നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ കരം എന്നുള്ള സിനിമ കണ്ടു. അപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. ഇതിന്റെ ബേസിക് പ്ലോട്ട് എന്താണെന്നുണ്ടെങ്കിൽ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ജോർജിയയിലാണ് കഥ നടക്കുന്നത്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ മിസ്സിങ് ആവുകയാണ്. അപ്പോൾ അവരെ തെരഞ്ഞു പോവുക. അപ്പോൾ ആ രീതിയിൽ കംപ്ലീറ്റ്ലി ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു പടമാണിത്. അപ്പോൾ ഇതിൽ വർക്കായിട്ടുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ ജോക്സും ഇൻട്രസ്റ്റിംഗ് എലമെൻസും ഒക്കെ അവിടെ എവിടെയും കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഇതിൽ ആക്ഷൻ സീനുകളൊക്കെ ഓക്കെ എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഇൻഫാക്ട് ക്ലൈമാക്സിനോടൊക്കെ അനുബന്ധിച്ച് വരുന്ന ആക്ഷൻ സീൻസ് ഒന്നും അങ്ങനെ ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ടും അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു ഓക്കെ ആക്ഷൻ സീനുകളുടെ ഫീൽ ഉണ്ടായിരുന്നു. ഇൻഫാക്ട് ട്രെയിലർ കണ്ടപ്പോൾ കുറച്ചും കൂടി ഞാൻ പ്രതീക്ഷിച്ചു. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഷാജോൺ നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട്, നന്നായിരുന്നു. ഈ ബാബുരാജിൻ്റെ ക്യാരക്ടറൊക്കെ എന്തിനാണ് അവിടെ കൊടുത്തിട്ടുള്ളതെന്ന് ഒരു പിടിയില്ല. ആ ക്യാരക്ടർ കംപ്ലീറ്റ് വേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിൽ നായകൻ എന്ന് പറയുന്നത് നോബൽ ബാബു തോമസ് ആണ്. പുള്ളി ഒരു പുതുമുഖമൊന്നും അല്ലെങ്കിലും ഇങ്ങനെ ഒരു ആക്ഷൻ പാക്ഡ് ഫുൾ ലെങ്ത് മൂവിക്ക് പറ്റിയൊരു ഫേസ് ആണോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് പകരം മോശമായി എന്നല്ല, പക്ഷെ അദ്ദേഹത്തിന് പകരം കുറച്ചും കൂടി പ്രൂവൺ ആയിട്ടുള്ള ആക്ടേഴ്സ് ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈ സിനിമയ്ക്ക് ഒരു ട്രാക്ഷൻ കിട്ടുമായിരുന്നു എന്നുള്ള എനിക്ക് തോന്നുന്നു. എനിക്ക് ബേസിക്കലായിട്ട് പ്രശ്നം എന്താണ്, ഇതിലൊരു ഇമോഷണൽ കണക്ട് ഉണ്ടായില്ല സിനിമയായിട്ട്. നമുക്ക് ഇങ്ങനത്തെ ആക്ഷൻ സിനിമകളാകുമ്പോൾ ആക്ഷൻ മാത്രമല്ലല്ലോ, അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രതികാരം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇമോഷണൽ കണക്ട് ഇതിൽ കൊണ്ടുവരണം. അപ്പോൾ അതിൽ മനോജ് കെ ജയൻ അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ വെച്ച് അവരൊരു കാര്യം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടും എനിക്കത് അത്ര ഇങ്ങോട്ട് കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഈ വിനീത് ശ്രീനിവാസൻ്റെ തന്നെ തിര ഉണ്ട്. അപ്പോൾ പല സ്ഥലത്തും ഈ തിരയുടെ ഒരു ഫ്ലേവർ വരുന്ന പോലെ തോന്നി. പല സീനുകളിലും ഈവൻ മൊത്തം പടം എടുത്തു കഴിഞ്ഞാലും ആ തിരയെ ഒന്ന് പറിച്ചു നട്ട പോലെ നമുക്ക് പല സ്ഥലത്തും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ പോയി ഒരു വൺ ടൈം വാച്ചബിൾ അനുഭവമായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിൽ ചില ബ്ലണ്ടറുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ മല കയറുമ്പോൾ മൗണ്ടനിയറിംഗ് ഉണ്ടല്ലോ, നമ്മൾ മലകയറ്റം റോപ്പൊക്കെ ഇട്ടിട്ട് മല കയറുന്നതിൻ്റെ ഇടയിൽ ഒരു ക്യാരക്ടറിന് ആ റോപ്പിൽ നിന്ന് വീണിട്ട് തലയിടിക്കുന്നുണ്ട് മലയിൽ. അപ്പോൾ ഹെൽമെറ്റ് ഇല്ലാണ്ടാണ് ഇവർ കയറുന്നത്. ലോകത്ത് എവിടെയാണ് മൗണ്ടനിയറിംഗിൽ ഹെൽമെറ്റ് ഇല്ലാണ്ട് കയറുന്നത് എനിക്കറിയില്ല. അതപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം ഹെൽമെറ്റ് മാറ്റി പ്ലാൻ ചെയ്ത പോലെയൊക്കെ തോന്നും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വാസ് ഫൈൻ, അത് നമുക്ക് കേട്ടിരിക്കായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് അങ്ങനെ ഒരു ഭയങ്കര വാവ് ഫാക്ടറി സിനിമയിൽ കിട്ടുന്നില്ല. നമുക്കൊരു അഡ്രിനാലിൻ റഷോ അല്ലെങ്കിൽ ഈ സമയത്ത് അവനെ ഇടിച്ച് പരത്തണം എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. അതുപോലെ ക്ലൈമാക്സ് എത്തുമ്പോൾ ഒരു പ്രോപ്പർ കൺക്ലൂഷൻ അതൊന്നും കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ എന്താണെന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു വൺ ടൈം വാച്ചബിൾ അനുഭവമാണ്. ഞാൻ ഒരിക്കലും മോശമാണെന്നല്ല പറഞ്ഞത്. പക്ഷേ ഞാൻ ഈ പടത്തിനെ ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ ആദ്യം വരുന്നു, സ്ഥിരം ചെയ്യുന്ന ടെംപ്ലേറ്റ് ഒക്കെ മാറ്റി ഒരു ആക്ഷൻ പടം ചെയ്യുമ്പോൾ നമ്മൾ ഹൈ എക്സ്പെക്ടേഷൻസ് ആയിരുന്നു, എസ്പെഷ്യലി ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര. അത്രയ്ക്ക് എത്തിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കണ്ടു കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യൂ.